ഞാൻ ആ ഹാളിലേക്ക് കടന്നപ്പോൾ തന്നെ എനിക്ക് എന്തെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം അവിടെ ശരിക്കും എനിക്ക് അവിടെ അനുഭവപ്പെടുകയുണ്ടായി. എപ്പോഴാ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് എന്നറിയാമോ? എപ്പോഴാ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നറിയാമോ? കരുതാമെന്ന് പറഞ്ഞ യാക്കോബുമാർ എപ്പോൾ നമ്മളെ തള്ളിക്കളയുമോ, ദൈവം തള്ളിക്കളയുന്നവനല്ല, അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. ജീസസിനെ കുറിച്ച് അടുത്ത് വരാനും കുറെ ആൾക്കാരെ കാണാനും ഇത്രയും ദിവസത്തെ ബിസി ഹെക്ടിക് ലൈഫിൽ നിന്ന് മാറി ഒരു പുതിയ റിഫ്രഷിംഗ്, പിന്നെ above all spiritual regrowth, getting more close to God, things like that. So overall it's beautiful. So satisfied with that. ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, യെസ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, യെസ് ഞാൻ നിന്നെ ഉയർത്തും, യെസ് ഞാൻ നിന്നെ മാനിക്കും, യെസ് ഞാൻ നിന്നെ ഉയർത്തി വലിയ ജാതിയാക്കി മാറ്റുമെന്ന് പറഞ്ഞ ആ വാക്കിന് ഇന്ന് വരെയും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മുടെ ക്യാമ്പ് നല്ല ആത്മീകമായിട്ട്, ഇപ്പൊ ഞാനിവിടെ കിടന്നതിന് ശേഷം ആത്മീകമായിട്ട് നല്ല നല്ല മെസ്സേജുകളാണ് കിട്ടിയത്. നമ്മളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ദൈവം കുഞ്ഞുങ്ങളെ മുമ്പിലേക്ക് അവർക്ക് വളരാൻ, ദൈവസന്നിധിയിൽ അവർക്ക് കടന്നു വരാനുള്ള എല്ലാ പ്രചോദനങ്ങളും നൽകുന്ന ഒരു ക്യാമ്പാണ്. നമ്മുടെ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഫാമിലി കോൺഫറൻസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് വേണ്ടി ഒരു ഫാമിലി ക്ലാസ്സില്ല. കാരണം ഇപ്പം ന്യൂസിലാൻഡ് ഒരുപാട് ഫാമിലികൾ, ഒത്തിരി പേര് ഇങ്ങനെ ഫാമിലി പ്രോബ്ലമോ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടി ഒരു ഫാമിലി എല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള വേണ്ടിയുള്ളൊരു ഫാമിലി കോൺഫറൻസും അതുപോലെ തന്നെ അതിനൊത്തിരി വേണ്ടി ഒരുപാട് എനിക്ക് ഇഷ്ടം. പുകഴുവാൻ ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, പ്രശംസിപ്പാൻ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്നുമില്ല കർത്താവേ. അങ്ങയുടെ മക്കളും അവകാശികളുമാക്കി അങ്ങ് ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. Very enjoyed. All the kids were really happy and they coordinated it. Good. Good? How about you? What about you guys? Cool? No. Wait, maybe. Maybe good? Maybe.